പെറ്റ് സ്റ്റേഷൻ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ എവിടെ ഇല്ലെന്നറിയോ? UAE നമ്മളെ വൈൽഡ് ലൈഫ് സീക്രട്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്ന ഒരേ ഒരാൾ, നമ്മുടെ ജമാൽ ബുനുവിൻ്റെ അടുത്ത് വന്നിട്ടുള്ള നമ്മളെല്ലാ UAE വിസിറ്റിലും ഇവിടെ വരാറുണ്ട്. പക്ഷേ ഇപ്പോൾ ലാസ്റ്റ് 1-2 പ്രാവശ്യം ഞാൻ വീഡിയോസൊന്നും എടുത്തില്ല. ഇപ്പോൾ ഏതായാലും എടുക്കാമെന്ന് വിചാരിച്ചു. എന്ന് പറഞ്ഞാൽ നല്ല കുറേ കുഞ്ഞ് എന്താ പറയുക കടുവക്കുട്ടികളുണ്ട്. കാണുമ്പോൾ നമുക്ക് ആ വീഡിയോ കണ്ടിട്ട് ഞാൻ ഓടി വന്നതാണ് കേട്ടോ. ഓക്കെ, നമ്മൾ ആനയിൽ ഇതുപോലെ ഉണ്ട്, വർക്കിംഗ് ആണ്. അത് എല്ലാ സമയത്തും ഓണാക്കില്ല, ചില സമയത്ത് മാത്രം ഓണാക്കും. അപ്പോൾ നമുക്ക് അതിനെല്ലാം കാണണ്ടേ, ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ ഓടി വരാം. ഓക്കെ, ഇത് നമ്മൾ മൈക്ക് എടുക്കാൻ വിട്ടു കഴിഞ്ഞിട്ടാ. അപ്പോൾ അതിൻ്റെതായ ചിലപ്പോൾ സൗണ്ടിലുള്ള ബുദ്ധിമുട്ടുകളുണ്ടാവും. ഫസ്റ്റ് കയറുമ്പോൾ തന്നെ ഭാഗം നോക്കിയേ, ഇനി ഞാൻ വീഡിയോ എടുക്കാം. അതിന് ബാക്കിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞെടുക്കാമല്ലോ. അതിൻ്റെ അകത്തേക്കാണ് നമ്മൾ കയറാൻ വേണ്ടി പോകുന്നത് കേട്ടോ. ഇത് സെറ്റ് ചെയ്ത് രീതി നോക്കിയേ, വൻ സെറ്റപ്പ്. നമ്മുടെ ഈ സ്വാനിനെ നമ്മൾ വാങ്ങിക്കാൻ വേണ്ടി പോയിനെ. ഇതാ തലയിൽ മാത്രം ബ്ലാക്ക് കളറ്, ബാക്കി ബോഡി ഫുള്ള് വൈറ്റ്. അതുപോലെ ഫ്ലമിംഗോസും എല്ലാം ഉണ്ട് കേട്ടോ ഇവിടെ തന്നെ. അതൊരു ദൂരെ ഒരാൾ കിടക്കുന്നുണ്ടാ. അതാരാന്നറിയോ? അതാണ് പാറ്റഗോണിയൻ മറമറ. നല്ല പേരല്ലേ. അപ്പോൾ നമുക്ക് ഇതിനകത്ത് കയറിയിട്ട് ഓരോന്നിനെ കാണാലോ. വാ, ഇതല്ല രസമുണ്ടല്ലേ, പൊളി. അപ്പോൾ നമ്മൾ അകത്ത് കയറിയിട്ടുണ്ട്. ഇതാ ഡക്ലിങ്സ് ഒക്കെ ഉണ്ട്, ഡക്ലിങ്സ്. അതുപോലെ നമ്മളിതാ ബ്ലാക്ക് സ്വാൻ. ഇതിൻ്റെ നല്ല രീതിയിൽ വെള്ളത്തിൻ്റെ പാസേജും കാര്യങ്ങളെല്ലാം ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് മൊത്തം. ഇത് ഗസയിലാണ്, ഗസയിൽ. അതേപോലെ ഒരു വെള്ള മയിലിനെ കണ്ടാ, കാണുന്നുണ്ടോ? അതാ വെള്ള മയിലിൻ്റെ അപ്പുറം സാധാ നോർമൽ മയിലും ഉണ്ട് കേട്ടോ. കണ്ട, ഈ വെള്ളച്ചാട്ടം ഒന്ന് ഫിൽട്ടർ ചെയ്തിട്ട് ഇങ്ങനെ വരുന്നത്. മയിലൊക്കെ നിൽക്കുന്നുണ്ടാ, രസില്ലേ? മൊത്തത്തിൽ നല്ല ഭംഗിയില്ലേ? നമ്മുടെ പിള്ളേരെല്ലാം ഇതാ അവിടുന്ന് മാനിനെയും ഇതിനൊക്കെ ഫീഡ് ചെയ്യുന്നുണ്ടേ. ആ അത് കൊടുത്തേ സാക്കി. അതേതാ ബ്രീഡ് അറിയോ? അതേതാ ബ്രീഡ് പറഞ്ഞേ? അല്ലടാ, അത് ഗസയിലിടാ. ഇതൊരു നല്ല ആട്ടിൻകുട്ടിതാ, പിഗ്മി ഗോട്ട്സ്. Hey baby. No, shway. എന്താ ഭംഗിയല്ലേ. ആ മാറമാറിനെ ജസ്റ്റ് ഒന്ന് അടുത്ത് കാണിച്ചാറല്ലേ. പാറ്റഗോണിയൻ മറമറ. നമ്മളോട് മുന്നേ ഇത് വേണോ എന്നൊരു ഫ്രണ്ട് ചോദിക്കുന്നുണ്ട് അതിനെ. പക്ഷെ അത്യാവശ്യം നല്ല വിലയുണ്ട്. അങ്ങനെ കാണുമ്പോൾ ഒരു ഭയങ്കര വെറൈറ്റി ആയിട്ട് തോന്നിയിട്ടില്ല. അത്ത മോനെ എല്ലാം വേണ്ടിയിട്ടാ. ഓക്കെ, അങ്ങോട്ട് പോകണ്ട, ഡേഞ്ചറാന്ന് നടന്ന് പറഞ്ഞ്. അത്ര പന്തിയല്ല അത്ര. അപ്പം പിന്നെ റിസ്ക് എടുക്കണ്ട. ഓക്കെ, മറമറ ഇതാ മറമറ ശരിക്കും. അപ്പുറത്ത് വാലബിയാണ് കേട്ടോ ഉള്ളത്. അപ്പുറത്തുള്ളത് വാലബി. അതാ ഇത് വാലബിയാണ്, ഇതാണ് മറമറ കേട്ടാ. ഇതൊരു മുയലും പിന്നെ എന്താ പറയുക കങ്കാരുവെല്ലാം മിക്സായ പോലത്തെ ഒരു സംഭവം. കുറച്ച് ഹൈറ്റ് കൂടിയിട്ട് അത് എണീറ്റിനെയും കാണിച്ചു തരാം. അങ്ങോട്ട് പോകണ്ടെന്ന് പറഞ്ഞു. പിന്നെ അങ്ങോട്ട് പോകുന്നത് ശരിയല്ല. അതുകൊണ്ട് നമുക്ക് അവിടെ നിന്ന് നല്ല റിട്ടേൺ അടിക്കാം. നമ്മുടെ മാൻഡറിനൊക്കെ ഉണ്ടോ? മാൻഡറിനെ നമുക്ക് വളർത്താൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ഒഴിവാക്കിയാന്ന് കേട്ടോ. നമ്മളടുത്ത് ഉണ്ടായിരുന്നേ. എന്താ ഭംഗിയല്ലേ, കാണുമ്പോൾ മിസ് ചെയ്യുന്നു, ശരിക്കും മിസ് ചെയ്യുന്നു. അതുപോലെ ഫ്ലമിംഗാണെങ്കിലും കണ്ട. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ പോവാം. നല്ല ഭംഗിയായിട്ട് ഈ സ്ഥലം. ഇത് UAE എന്തായാലും ഈ ഷെയ്ഖ് സായിദ് ഫെസ്റ്റിവൽ എന്തായാലും ഒന്ന് വന്നിട്ട് കാണണം കേട്ടോ. ഇവിടെ നല്ല രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ പെറ്റ്സിനൊക്കെ കാണാം, നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാം. ഓക്കെ, ഇതാണ് നമ്മുടെ സുഹ. ഭാവിയിലെ നമ്മുടെ പെറ്റ് സ്റ്റേഷനിലെ വെറ്റിനറി ഡോക്ടറാണേ. കൊടുത്തോ എനിക്കിങ്ങനെ പേടിയാ ശരിയാവോ? കൊടുക്ക്. കൈ കൊണ്ട് കൊടുത്ത് എല്ലാത്തിനും കയ്യിൽ നിന്ന് വാങ്ങിക്കൂ കൊടുക്ക്. അതാ അയ്യവാ കണ്ടാ, അടിപൊളി. ഇതൊക്കെ പെറ്റ്സിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ പാത പിന്തുടരുന്ന ആളാണ്. ഇതുവരായി പറഞ്ഞ എല്ലാവരോടും
അപ്പൊ നമ്മളിതാ ലെമൂറിന്റെ കൂട്ടി കയറിയിട്ടുണ്ട്. ലെമൂർ സാധാരണ നമ്മൾ എപ്പോ വന്നാലും വീഡിയോ എടുക്കുന്ന ഒരു സാധനം, നമ്മൾ ഇഷ്ടപ്പെട്ട സാധനം. അത് കേറുന്നില്ല, ഒന്ന് കയറ്റി നോക്കട്ടെ. ടൈൽ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ എടുത്തിട്ടിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ ചാടി 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 കളിക്കും. ഇങ്ങനെ ടൈൽ ഉണ്ടാ, ഇതാണ് റിംഗ് ടൈൽഡ് റിമൂവൽ. ഇങ്ങനെ റിംഗ് ആയിട്ട് തന്നെ ടൈൽ ഉണ്ടാവും, അതാണ് റിംഗ് ടൈൽഡ് ലെമൂർ എന്ന് പറയുന്നത് കേട്ടോ. ലെമൂർ പല ടൈപ്പ് ഉണ്ട്. അടുക്കള ഓടല്ലടാ, എന്താ മൊഞ്ച് നോക്കി. നല്ല സോഫ്റ്റ് ഇട്ടാ, കയ്യെല്ലാം നല്ല ഉണ്ട്, അടിപൊളി. അടുക്കള അടുക്കള അടുക്കള. ഇതിങ്ങനെ നല്ലോണം കളിച്ചാൽ സമയത്ത് അപ്പിടും കേട്ടാ. നമുക്ക് ഒരാളെ പഴം കാണിച്ചിട്ട് വിളിക്കേ. ആരാ വരുന്ന നോക്കിയാ, അതിന്റെ വലിപ്പം കണ്ടാ. ഇതാണ് ബിയർ കാറ്റ്. വാടാ 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 വാടാ. എത്ര വലുതല്ലേ. ഓക്കെ ഓക്കെ, എന്നാ പിന്നെ നീ തിന്നു. ഓക്കെ, അത് നമുക്ക് കയ്യിലെടുക്കട്ടെ. ബിയർ കാറ്റിന് എങ്ങനെയെങ്കിലും നമുക്ക് പുറത്തേക്ക് എടുക്കാം, കയ്യിലെടുക്കാം. നോക്കട്ടെ സെറ്റാക്കാൻ പറ്റുമോ. കാണുമ്പോൾ തന്നെ മനസ്സിനെന്ത് സന്തോഷം, വല്ലാത്തൊരു ഭ്രാന്ത് തന്നെ അല്ലേ. വരുന്നുണ്ടേ വരുന്നുണ്ടേ. മേത്തേക്ക് കയറിയിട്ടുണ്ട്. എനിക്കില്ല, എനിക്കില്ല. എന്തിരുന്നാക്കോ. ഓക്കേ, നല്ല വെയിറ്റ് കേട്ടോ, നല്ല സൈസ് നോക്കിയ. എന്റെ പൊന്നു നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. അതിന്റെ വായൽ കാണുമ്പോ തന്നെ ബേജാറാവുന്നല്ലേ. കഴിഞ്ഞു. ഓ മോട്ടല്ല, ഇല്ല ഇല്ല ഇല്ല. അത് വാലോണ്ട് കൈ ചുരുട്ടി പിടിച്ചിട്ടാ. കഴിഞ്ഞടാ. പൊളിയല്ലേ. പൊളി സാധനല്ലേ, ഇതെല്ലാം നമുക്ക് വളർത്താൻ പറ്റണം അല്ലേ. കൈ കടിച്ചോന്ന് പേടിയത്. അതിന്റെ നഖം തറച്ചിട്ട് ഇതൊക്കെ മറ്റേ നഖം തറച്ചിട്ട് പുറത്തെല്ലാം സ്ക്രാച്ച് ആയിട്ടുണ്ടെന്നോ. പേ വരുമോ. നമുക്ക് കുറച്ച് കടുവനെ ഫീഡ് ചെയ്താലോ. ഇതാ വൈറ്റ് ടൈഗർ. വാടാ വാടാ, വലിപ്പം കണ്ടാ നോക്കി. എന്റെ മോനെ ഇവന്റെ വലിപ്പം കണ്ടാ. എല്ലാവർക്കും കൊടുത്തില്ലേ? എങ്ങനെയുണ്ട്? നമ്മൾ അന്നത്തെ മോസ്കോ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കടുവില്ലേ, അവൻ വലുതായിട്ടാ. നമ്മൾ അന്ന് വന്നപ്പോ കൊറേ ചെറുതാണ്, ഇപ്പൊ നല്ല വീട്ടിലും സൈസായി. ഇപ്പൊ ഇങ്ങോട്ട് വരും, വിളിക്കുന്നുണ്ട്. നമുക്ക് ഓനെ ഒന്ന് ഫീഡ് കൊടുക്കാൻ പറ്റുമോ നോക്കട്ടെ.
സൈസ് നോക്കിയേ, എന്താ സൈസ് നോക്കിയേ, എൻ്റെ പൊന്നു. ആ വരുന്നുണ്ട്. അതാ കാണിച്ചു. ഇത് ഇങ്ങോട്ട് കയറുന്നുണ്ടേ, ഇങ്ങോട്ട് കാണിക്കാം. എൻ്റെ മോനെ ഏതാ സൈസ്. വാവ്, बच्चे भी हैं वाइफ पे, इसके बच्चे के बाप है, माँ नीचे और इसके बच्चे के बाप। ऊपर जाए तो ऐसा लंबा होके ऐसा एक मार मारे खराब हो गया। हाथ देखो ना भाई। അടുത്തൊരു ലോകത്തേക്ക് കയറുന്നുണ്ട്. ഇതെന്താ, ഇത് നെതർലാൻഡ് ഡോർഫ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് തന്നാണ്. ശരിക്കും പിന്നെ അഡൽട്ടാണ് കേട്ടോ. ഇത് ശരിക്കും വളരെ ചെറുത്. എനിക്ക് തോന്നുന്നു നമ്മുടെ കയ്യിലുള്ളതിനേക്കാളും ചെറുത്. നമ്മളെ കയ്യിൽ നെതർലാൻഡ് ഡോർഫ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ വളർത്തുന്നത്. പക്ഷേ അതാണ് ശരിയായ ബ്രീഡ്. നമ്മളതിനെക്കുറിച്ച് പഠിച്ചപ്പോൾ അതിൻ്റെ ഇയറൊക്കെ ചെറുതാണ്. ഇത് കുറച്ച് വലുതാണ്. ശരിക്കും ഇതൊരു സ്മോൾ ഏതോ വെറൈറ്റി ആണ് എനിക്ക് തോന്നുന്നു. പക്ഷേ നെതർലാൻഡ് ഡോർഫിന് ഇങ്ങനെയല്ല അതിൻ്റെ ഷേപ്പ്. ശരിക്കും ചെറിയ അതിൻ്റെ മുഖമൊക്കെ വ്യത്യാസമുണ്ട്. അതുപോലെ ചെറിയ ചെവിയാണ്. ഇത് വേറെ ഏതോ ചെറിയ സ്മോൾ ബ്രീഡാണ് എന്തായാലും. നോക്കിയേ, ഇത് അഡൾട്ടാണേ, കുഞ്ഞ്. അയ്യോ, ബണ്ണീസ് അല്ല കേട്ടാ, ഇത് വലുതാണ്. വലിയ പിന്നെ മുയലുകളാണ് ഈ കാണുന്നത്. ഞാൻ ആദ്യം കുഞ്ഞെന്ന് വിചാരിച്ചേ, ഡോർഫിൻ്റെ കുട്ടികളെന്ന് വിചാരിച്ചേ. പക്ഷെ അതല്ല, ഇത് വലുതാണ് കേട്ടാ. ഇങ്ങനെയുണ്ട്, പൊളിയല്ലേ. ഇതാണ് സൽക്കട്ട പാർക്കിംഗ് സെക്ഷൻ കേട്ടാ. കണ്ണു വെച്ചെന്ന് പറയും. ഇതൊക്കെ 1 2 3 4 5 6 7 8 9 10 ഇനിയും കൂടി പാർക്ക് ചെയ്യിപ്പിച്ചേക്കാം. എങ്ങനെയുണ്ട്? നല്ല ഹെവി സൈസ് സൽക്കട്ട, നല്ല രസമില്ലേ? ഇങ്ങനെയുണ്ട്. ഇവനാണ് ഏറ്റവും വലുത്. ഞാൻ ഒന്ന് പുറത്തേക്ക് എടുക്കട്ടെ. കുറെ പകുതി മണ്ണിന്റെ ഉള്ളിലല്ലേ. ഹെവിയാണേ, നല്ല ആയിട്ടുണ്ട്. അല്ല, കല്ലൊന്നല്ല, എല്ലാം ആമ തന്നെ. ഇതാണ് ആമ പാർക്കിംഗ്. ഇതുണ്ട് ഒരു വലിയ കോക്കറ്റിനെ കണ്ട. ഇതാണ് പാം ഗുലിയാത്ത് കോക്കറ്റ്. ഹെവി കേട്ടാ. അങ്ങനെയുണ്ട്. അതിന്റെ കൊക്കിന്റെ വലുപ്പം കണ്ട. സൈസ് പൊളി. നമുക്ക് ഒരു അടിപൊളി സാധനത്തിനെ കാണാലോ. ഇതാണ് കയോട്ടി. നമ്മൾ ആന്റി ടർണൽ പോലെ ഇല്ലേ, ആന്റി ടർണൽ പോലെ എനിക്ക് തോന്നിയത്. പക്ഷെ ഇതിന്റെ പേര് കയോട്ടി എന്നാന്ന് പറഞ്ഞിട്ടാ. എന്തായാലും കാണാത്ത പല സാധനത്തിനെയും കാണാൻ ഇങ്ങോട്ട് തന്നെ വരണം കേട്ടാ. ഓ, എന്ത് രസം നോക്കിയേ. എന്നാ കഴിക്കുക, ഭയങ്കര സ്മെല്ലേട്ടാ. വേണ്ടേ? ആ, ഒരാൾ കഴിച്ചിട്ടുണ്ട് കേട്ടാ. കയോട്ടി. ഇത് ഡോഗ്സിനെല്ലാം അറ്റാക്ക് ചെയ്യുന്ന ആ സാധനമല്ലേ ഇത്? ഫുള്ള് മൂക്കൊണ്ട് ഇങ്ങനെ കംപ്ലീറ്റ് ഒന്ന് സെൻസ് ചെയ്ത് എന്നിട്ടാ വേണോ വേണ്ടേന്നൊക്കെ തീരുമാനിക്കുന്നതെന്ന് തോന്നുന്നു. നല്ല കേട്ടോ, അത്യാവശ്യം സൈസ് ഉണ്ടേ. സൈസ് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോന്ന് അറിയില്ല. നമ്മുടെ നാട്ടിലെ നമ്മുടെ കുറുനരിയില്ലേ, കുറുനരിന്റെ അത്ര ഇല്ല, ഏകദേശം ആ ഒരു സൈസ് ഉണ്ട്. നമ്മുടെ റാക്കൂണിനേക്കാളൊന്നും വലുതാണ് കേട്ടാ. നഖം നോക്കിയേ, എന്റെ മോൻ അത് വലിച്ചോണ്ട് പോയി. ഓ, എന്താ ഭംഗിയല്ലേ.
അപ്പൊ നമ്മളിതാ കടുവ, ചീറ്റ ഇതിന്റെ എല്ലാം കൂട്ടിലേക്കൊക്കെ കയറാൻ വേണ്ടി പോന്നെ. Her name is Najma. Najma, female. Ya Allah. Ya Allah. നെജ്മ നെജ്മ. Kabir. ये मेरे साथ बड़े हुए इसलिए उसे बहुत प्यार करते काफी दिन बाद देखा ये सब मेरे साथ बड़े انا موجود يقدر تجيب هذا الشيء؟ ها ايهم واحد كاسكو صغير طعبان بير كات ذكر هني بير كات ذكر هذا جري يعطي اكل زياده بس صغير زياده حدود شوف يعطي حدود انا شوف ما في معلوم بس كلم زمان وايد ناقص يعطي مضاد حيوي مال كاسكو شوف هو حب شوف موجود مضاد حيوي اوكي هو شو هو حب بسكوت مال قطوه والدجاج شو هو؟ بير كات ذكر ها بسكوت مال قطوه بسكوت مال قطوه هو بزياده اول نظره اور دجاج اوكي بعد आती بسكوت مال قطوه يعطي حبه قرود شوف جمال شو خبر هذا ناس يعطي حبه بعد يجي زين يعطي مالتيفيتامين भाई अभी 3 महीने की ये बाबा है ना इनका ഇതേണ്ടാ, ഇതിനെ പാല് കൊടുത്ത് വളർത്തിയ ആളാന്ന്. അതിന്റെ സ്നേഹം കാണിക്കുന്നുണ്ടാ. ഞാൻ കൊറേ നേരം ഒരുമിച്ച് കൂട്ടാൻ നോക്കുന്നു, ഒരു രക്ഷയില്ല. ഇങ്ങനെ ഒരു ചെന്ന പോയത് കടിക്കുന്നുണ്ടാ. ها تعال هنا هنا تعال تعال امازون കൊറേ ആള് വരുന്ന هنا 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 هذا زيه يلا اجلس ഇവരെല്ലാം ഇവരെ വളർത്തുന്ന ആൾക്കാർ, പാലെടുത്ത് വളർത്തുന്ന ആൾക്കാരുടെ അടുത്ത് കറക്റ്റ് നോക്കിട്ട് പോകുന്നുണ്ടാ. इसको अल्लाह ताला ने 3 दफा जिंदगी दी तो रात को ऐसा लगता था सुबह मर जाएगी അടുത്ത നമ്മളിതാ ചീറ്റന്റെ അടുത്തെത്തി. ചീറ്റ تعال لي هنا موجود असल में ये उम्र होती है ना भाई ये जाना है हमारे बच्चों में दांत निकलते हैं सेम स्टोरी है ഇതെന്നെ എണീച്ച് ചെയ്തിട്ടുണ്ടാ. സെറ്റല്ലേ? നമുക്കൊന്ന് കൈ വെച്ചെടുത്ത് നോക്കിയാലോ, കടിക്കാൻ നോക്കിയാലോ. ബാ ബാ. സെറ്റ് അത് അറ്റാക്ക് ചെയ്ത് നോക്കി. والله لا ادوس ببطنه والله ഇതാ عبد الله تعال لي ചാട്ട് ചാട്ട്. ആ ആ
ആൽബിനോ റക്കൂണ്. ഇത് വെയിറ്റ് ഇല്ല കേട്ടാ. നമ്മളിപ്പോ പിന്നെ കടുവനെല്ലാം എടുത്തിട്ട് ഇത് തീരെ വെയിറ്റ് ഫീൽ ചെയ്യുന്നില്ല. എങ്ങനെയുണ്ട്? വലിപ്പല്ലേ? Basho fi Alif. Basho Alif. صقر. Basho has a pig. हाँ? Finger Alif. बच्चे जूस वगैरह पियेंगे, पानी वगैरह पियेंगे यहाँ पे से। हाँ? يلا. Zip Sani has a صقر. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നപ്പോ വലിയ റെട്ടേൽ ബോവൻ എടുത്തിട്ടുണ്ടായില്ലേ? അതിന് ഈ പ്രാവശ്യം ബേബീസ് ഇറങ്ങിയിട്ടുണ്ട്. കുറേ കുട്ടികൾ, 32 കുട്ടികളെ കിട്ടിയെന്ന് പറഞ്ഞാ. ഈ പ്രാവശ്യം 32 കുട്ടികൾ വന്നിട്ടുണ്ടായിരുന്നേ. ഇതാ എല്ലാത്തിനും ഇട കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാ കയ്യിൽ ഇങ്ങനെ എടുക്കുന്നതാ. Not a four-headed snake. That's only two-headed snake. Oh, two-headed snake? Yes. Oh, two-headed snakes. അയ്യവാ ഇതൊക്കെ ഓ 32 പാമ്പിന്റെ കുട്ടികൾ, റെട്ടേൽ പാമ്പിന്റെ മക്കളാണിത് മൊത്തം. എങ്ങനെയുണ്ട്? അമ്മനെ കാണണ്ടേ? എല്ലാത്തിനും ഇതാ തുറന്നു വിട്ടിട്ടുണ്ടേ. ഇങ്ങനെയുണ്ട്, പൊളിയല്ലേ? ലെപ്പേർഡ് ചിക്കോന്റെ മെയിലും ഫീമെയിലും. നമ്മൾ ഇതിനെ സെപ്പറേറ്റ് ഇടുന്നത് കേട്ടാ. നമ്മൾ ഒരുമിച്ച് ഇടാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് 2 സെപ്പറേറ്റ് ഇടുന്നത്. ഷിവർ ഒരുമിച്ച് തന്നെ ഇട്ടിട്ടാണ്. സംഭവം ബ്രീഡിങ്ങിന്റെ ടൈം ആയതുകൊണ്ടേ. See the color? Now okay. Come in the light. Come in the light. Here is the light. Here is the light. Come see the rainbow color. Oh my god. കളർ എങ്ങനെയുണ്ട്? കളറ് ഓ വലിയ ആൽബിനോ. നോട്ട് ആൽബിനോ റൈറ്റ്? ആ ആൽബിനോ അല്ല. ആൽബിനോക്ക് റെഡ് ഐ ഉണ്ടോ നോക്കിയേ, പിന്നെ ബ്ലാക്ക് ഐ ആണ്. പിന്നെ ആൽബിനോന്റെ കളർ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇത് വേറെ ഒരു വൈറ്റ് അല്ലേ? I'm so scared.
ഇത് നമ്മൾ പിന്നെ എപ്പം വന്നാലും നമ്മളെ കയ്യിലെടുക്കുന്ന ഒരു സാധനമാണ്. तुम्ही तरतीब हासा ഇതാ നമ്മുടെ സ്വന്തം ആളായി ഇപ്പൊ. ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എടുത്തോ. ആ ഇതിനെടുത്തിന് അതിന്റെ സെയിം ടീഷർട്ട് ആണല്ലോ. അപ്പൊ നമ്മളിവിടുന്ന് ഇറങ്ങലായേ. അപ്പൊ ആ സമയത്ത് ഒരു കാഴ്ച ഇതൊക്കെ നമ്മളെ കടുവക്കുട്ടൻ കിടന്നിറങ്ങി നോക്കിയാൽ നല്ല പുതച്ച് മൂടിയിട്ട് കുട്ടികളെല്ലാം കിടക്കുന്ന പോലെ. എന്താലേ നല്ല രസമുള്ള കാഴ്ച. അടിപൊളി അടിപൊളി. ഓക്കെ, ഇനി നമുക്ക് നമ്മളെ മുതലാളിലൊക്കെ ഉണ്ടേ. നമ്മുടെ ജമാൽ സാഹിബ് അപ്പുറത്തുണ്ട്. ജമാൽ സാഹിബ് പോലും ജമാൽ ബ്രോ അപ്പുറത്തുണ്ട്. നമുക്ക് ജമാൽ ബ്രോനെയും കൂടി കണ്ടിട്ട് നമുക്ക് പോവാം. ഓക്കെ, ബാ. അങ്ങനെ നമ്മള് ഫൈനലി നമ്മുടെ ജമാൽ ബ്രോനെ കണ്ടിട്ടുണ്ട്. നമ്മള് ഇപ്പോ ഇവിടെ നമ്മൾ മേക്ക് ചെയ്തിട്ടുള്ളത്, ജമാൽ ബ്രോ മേക്ക് ചെയ്തിട്ടുള്ളത് ഒരു പുതിയ വേൾഡ് ആണ്. ഫുൾ ജുറാസിക് പാർക്ക് എല്ലാം ഒറിജിനൽ സൈസിൽ ഉണ്ടാക്കിയത്. ഒരു ഫോട്ടോ എടുക്കട്ടെ. So it's close. 1 minute is will be ready. Give me this. ഇത് നോക്ക്, അതിന് കൈയുടെ മറ്റേ സാധനം ഉണ്ട്. ഒരു കുഞ്ഞിനെ കിട്ടിയിട്ടുണ്ട്. So you can control the eyes. There is 2 buttons inside. One for the eyes. From ഇതിന്റെ പിന്നെ ഡൈനോസറിന്റെ പല സൈസിലുള്ള കിടിലൻ സാധനങ്ങൾ ഇതിനു വേണ്ടി മാത്രം ഒരു ലോഗ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നല്ല രസമുണ്ട് കാണാൻ. ഇവരുണ്ടാക്കിയത് ഒറിജിനൽ സൈസാണ്. ഇത് ഒറിജിനൽ സൈസാണ് നമ്മളിവിടെ ഉണ്ടാക്കിയ മൊത്തത്തിലൊരു വീഡിയോ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതാ ഡൈനോസറിൻ്റെ നമ്മൾ അടുത്ത് വരുമ്പോൾ ഇതിൽ സെൻസറാണ്. നമ്മൾ അടുത്ത് വരുമ്പോൾ വർക്ക് ചെയ്യുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, എല്ലാത്തിൻ്റെയും ഏകദേശം ഒറിജിനൽ സൈസിലാണ് മൊത്തം ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതെല്ലാം ശരിക്കും ഒറിജിനൽ സൈസ്, ഇതിനേക്കാളും സൈസ് ഉണ്ടെന്ന് പറഞ്ഞ് ഇവർക്ക് കൊണ്ടുവരാൻ പറ്റുന്ന മാക്സിമം സൈസിലാണ് ഇതൊക്കെ ചെയ്തിട്ടുള്ളത്. എല്ലാം ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടുണ്ട് കേട്ടോ. ഇതന്നെ ഇതിൻ്റെ വലിപ്പം കണ്ടാ ഒന്നര സൈസാണ്. എല്ലാം അനങ്ങുന്നുണ്ട്. എന്തായാലും യു എയിലുള്ളവര് വത്തബയിൽ വന്നു ഷെയ്ഖ് സായിദ് ഫെസ്റ്റിവലിൽ എന്തായാലും കാണാൻ മാത്രമുണ്ട്. നല്ല രസമുണ്ട് സംഭവം. നമ്മുടെ പഴയ കാലം ഇങ്ങനെയെല്ലാം ഉണ്ടായിരുന്നുള്ളത്. അതിൻ്റെ ഇതിലെല്ലാം അടുത്ത് കാണുമ്പോണ്ടല്ല ശരിക്കും ബേജറാകുന്നു. അത്രയും ഹെവിയാണ്. ഇതെല്ലാം നമ്മൾ അടുത്ത് പോകുമ്പോൾ സെൻസറിലാണ് മൊത്തം സെറ്റ് ചെയ്തിട്ടുള്ളത്. അടുത്ത് പോകുമ്പോൾ വർക്കാകുന്ന രീതിയിൽ അടുത്ത് പോയിട്ട് ചെറിയൊരു സെക്കൻഡ്സ് ഇവിടെ നിൽക്കണം. നിന്ന് കഴിഞ്ഞാൽ ഇതെല്ലാം വർക്ക് ചെയ്യും. ഒറ്റ മൂവ്മെന്റ് അല്ലേ, ഒരുപാട് നല്ല കുറേ അനക്കങ്ങളുണ്ട്. തല ആട്ടുന്നുണ്ട്, അതുപോലെ വായ തുറക്കുന്നുണ്ട്, മൊത്തത്തിൽ ഷെയ്ക്ക് ചെയ്യുന്നുണ്ട്. എല്ലാം അനങ്ങുന്ന കാണിച്ചു കഴിഞ്ഞാൽ ഈ വീഡിയോ ഭയങ്കര ലെങ്ത് ആവും. പിന്നെ ഇതാണ് ഏറ്റവും ബിഗ്ഗസ്റ്റ് കേട്ടോ.
അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ശനിയാഴ്ച കാണാം. പെറ്റ് സ്റ്റേഷൻ്റെ വീഡിയോയിൽ കാണാം അല്ലേ? ഓക്കേ. ഇത് വർക്ക് ചെയ്യുന്നു മെയിൻ. ഇപ്പോൾ ഞാൻ എടുത്തുമ്പോൾ കറക്റ്റ് തന്നെ ഓഫായല്ല. ഇതാ. ഓ അപ്പോൾ ഓക്കെ ബൈ.